ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പിമ്പിൾസിന് വേണ്ടിയിട്ടുള്ള സോപ്പ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പിമ്പിൾസിന് വേണ്ടിയിട്ട് എനിക്ക് ആദ്യം ഒരു സജഷൻ പറയാനുള്ളത് എന്നാണെന്നറിയോ, പിമ്പിൾസിന് വേണ്ടി നമ്മൾ സോപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ പിമ്പിൾസിന് വേണ്ടി സോപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ സോപ്പ് കൊടുക്കുമ്പോൾ ഒപ്പം തന്നെ ഈ ഉപയോഗിക്കുന്ന വ്യക്തികളുണ്ടല്ലോ, നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിലും ഒത്തിരി നിയന്ത്രണവും കാര്യങ്ങളും റെഡിയാക്കണം കേട്ടോ. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫുഡിൻ്റെ കാര്യത്തിൽ സെറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പിമ്പിൾസ് കുറയാനുള്ള സാധ്യത കുറവാണ്. പിമ്പിൾസ് കുറയുകയല്ലെന്നല്ല, പക്ഷേ നമ്മൾ അതിനനുസരിച്ച് ജങ്ക് ഫുഡ് അല്ലെങ്കിൽ എണ്ണമയമുള്ള ഫുഡ് അല്ലെങ്കിൽ കുറച്ച് മുട്ടയുടെ ഉണ്ണി അങ്ങനെയുള്ള പോലുള്ള കൊഴുപ്പടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങൾ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയാൽ നിങ്ങൾ സോപ്പ് ഉപയോഗിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് പിമ്പിൾസ് പോകത്തില്ല. നിങ്ങൾക്ക് അതിനായിട്ട് പ്രത്യേകം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ സോപ്പ് ഉപയോഗിക്കുന്ന ഒപ്പം തന്നെ നിങ്ങളുടെ ഫുഡിൻ്റെ കാര്യത്തിലും നിങ്ങൾ കൺട്രോൾ ചെയ്യണം. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫുഡുകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാരണം പിമ്പിൾസ് ഉള്ളവർക്ക് ഏകദേശം ഓയിലി സ്കിന്നുകാർക്കാണ് കൂടുതലും പിമ്പിൾസ് വരുന്നതെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പം അങ്ങനെയുള്ളവർ നിങ്ങളുടെ ഭക്ഷണക്രമം നന്നായിട്ട് നോക്കണം കേട്ടോ. നിങ്ങൾ ഫുഡിൻ്റെ കാര്യം ക്രമീകരിക്കണം. ഇപ്പം അത് പറയാൻ കാരണം എന്നാണെന്നറിയോ, നമ്മുടെ സോപ്പ് മുമ്പ് 2 തവണ ഉപയോഗിച്ച ഒരു വ്യക്തി എന്നോട് കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞു, ചേച്ചി ഇപ്രാവശ്യം ഞാൻ സോപ്പ് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ സോപ്പ് വെച്ച് സ്റ്റാർട്ട് ചെയ്തേ തുടങ്ങിയ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പിമ്പിൾസ് വ്യത്യാസം പിമ്പിൾസ് പോയില്ലെന്ന് തന്നെയല്ല, കൂടിയതുപോലെ തോന്നിയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, നോർമലി നിങ്ങൾ പുറമേ നിന്ന് കൊടുക്കുന്നതല്ല നമ്മുടെ പിമ്പിൾസിന് മെയിനായിട്ട് വേണ്ടത്. നമ്മൾ അകത്തുനിന്ന് നമ്മൾ പിമ്പിൾസിന് കൊടുക്കുന്ന നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്താൽ മാത്രമേ നമ്മുടെ പിമ്പിൾസ് പോകത്തുള്ളൂ. അത് ഫൈനായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്റ്റേണലായിട്ട് നമ്മൾ നമ്മുടെ സോപ്പ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അപ്പം നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ പിമ്പിൾസിന് വേണ്ടിയിട്ട് സോപ്പ് ചെയ്യണം കേട്ടോ. നമ്മുടെ 2-3 സോപ്പിനുള്ള ഒരു ഓർഡറാണ്. അപ്പം നമ്മൾ നമ്മുടെ അലോവേര പോട്ടെ, നീമിൻ്റെ പൗഡർ, അതായത് ആര്യവേപ്പിൻ്റെ പൗഡർ ഒരു 1/2 സ്പൂൺ അടുത്തെടുക്കുന്നുണ്ട്. അപ്പം അതിടുവാണേ. 1/2 സ്പൂൺ മിച്ചം എടുത്തിട്ടുള്ളൂ കേട്ടോ, അത്രയും വേണമെന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മുൾട്ടാനിമിട്ടിയും കൂടെ ചേർക്കുന്നുണ്ട് ഈ തവണ. പിമ്പിൾസ് പോകാനായിട്ട് നമ്മൾ ചേർക്കുന്നതിൻ്റെ കൂടെ സാധാരണ മുൾട്ടാനിമിട്ടി ചേർക്കാറില്ലായിരുന്നു. പക്ഷേ എണ്ണമയം കൂടുതലുള്ളവർക്ക് പിമ്പിൾസിൻ്റെ സോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഗ്ലിസറിൻ ആഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. അപ്പോൾ നമ്മൾ അലോവേരയുടെ ജെല്ല് ഇവിടെ നമ്മൾ അരച്ചെടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പൊട്ടറ്റോയുടെ ജ്യൂസ് ചേർക്കുന്നുണ്ട്. ഈ പൊട്ടറ്റോയുടെ ജ്യൂസ് പിമ്പിൾസിൻ്റെ സോപ്പിനകത്ത് നമ്മൾ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഓയിൽ വലിച്ചെടുക്കാനും പിന്നെ നല്ല രീതിയിൽ നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആകാനും മോയ്സ്ചറൈസ് ചെയ്യാനൊക്കെ ഈ പൊട്ടറ്റോയുടെ ജ്യൂസിന് കഴിവുണ്ട്. അപ്പോൾ നമ്മൾ പൊട്ടറ്റോയുടെ ജ്യൂസ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണേ. അപ്പം അത് ഏകദേശം ഒരു 5-10 മില്ലിയോളം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, ഒന്നിച്ച്. അപ്പം ഇനി നമുക്കിതിനകത്തേക്ക് നമുക്ക് കൊടുക്കേണ്ടത് നമ്മുടെ മുൾട്ടാനിമിട്ടിയുടെ പൗഡറാണ്. അപ്പോൾ അത് ഞാനൊരു ചെറിയ സ്പൂണിലിടുന്നുണ്ട്. മുൾട്ടാനിമിട്ടിയുടെ പൗഡറാണെങ്കിലും നമ്മൾ പൗഡർ ഫോം ആണെങ്കിലും ഇടുമ്പോൾ അധികം ഇടണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ഒറ്റ സ്പൂൺ, ഈ ചെറിയ സ്പൂണിന് 1 സ്പൂൺ മുൾട്ടാനിമിട്ടിയുടെ പൗഡർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മുൾട്ടാനിമിട്ടിയുടെ പൗഡർ ചേർക്കുമ്പോൾ നിങ്ങൾ ഓയിലി സ്കിൻ ആയിട്ടുള്ളവർക്കായിരിക്കും ഏറ്റവും ബെറ്റർ മുൾട്ടാനിമിട്ടിയുടെ പൗഡർ. അതിനനുസരിച്ച് നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് നല്ല രീതിയിൽ ഡ്രൈ ആവാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ അത് നമ്മൾ ഡ്രൈ സ്കിന്നുള്ളവർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് മൊരി പോലുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേക്കുക ഉപയോഗിക്കുമ്പോൾ. മുൾട്ടാനിമിട്ടി ഉപയോഗിക്കുന്നത് ഇങ്ങനെ പിമ്പിൾസും അല്ലെങ്കിൽ ഓയിലി സ്കിന്നായിട്ടൊക്കെ ഉള്ളവർക്ക് നമുക്ക് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ഇത് നമ്മൾ റോസ് വാട്ടറാണ് ചേർത്തേക്കുന്നത്. ഇനി നല്ല രീതിയിൽ നമ്മളൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുകയാണേ. യോജിപ്പിച്ചെടുത്ത ശേഷം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പം റോസ് വാട്ടർ നമ്മൾ വാങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ റോസ് വാട്ടർ തയ്യാറാക്കി എടുക്കാം. ഈ റോസ് വാട്ടർ തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെക്കുന്നേക്കാളും നല്ലത് അപ്പം തയ്യാറാക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇത് നമ്മൾ റെഡിയാക്കി പൗഡർ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അലോവേരയുടെ ജെല്ല് ഡയറക്റ്റ് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കത്തില്ല. അതിനെന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മൾ നന്നായിട്ട് അലിയിപ്പിച്ചെടുത്ത നമ്മുടെ പൗഡറിനകത്തേക്ക് നമ്മൾ അലോവേരയുടെ ജ്യൂസ് ആഡ് ചെയ്ത് കഴിയുമ്പം ഈ പൊടി അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ ഓരോ കഷ്ണമായിട്ട് കട്ട പിടിച്ച പോലെ ഒരു ഇതിൽ കിടക്കും. അതിനെന്ന് വെച്ചാൽ അലോവേരയുടെ ജെല്ലിങ്ങനെ ഒരു ജെൽ പരുവാണല്ലോ അലോവേരയുടെ ജ്യൂസിന്. അപ്പോൾ അത് നമുക്ക് സോപ്പിൽ വരുമ്പോൾ ഇതിനകത്തേക്ക് ഡയറക്റ്റ് ഒഴിക്കാതെ നിങ്ങൾ അലോവേരയുടെ ജ്യൂസ് ഡയറക്റ്റ് നമ്മുടെ
ബേസ് ഉരുകി വരുന്ന ബേസിനകത്തേക്ക് മാത്രം നിങ്ങൾ അലോവേരയുടെ ജെല്ല് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ ഇത് ഏത് പൗഡർ യൂസ് ചെയ്യുമ്പോഴും നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുവാണെങ്കിൽ ഈ പൗഡർ കട്ട പിടിച്ച് അല്ലെങ്കിൽ അടിവശത്ത് ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്ന ആ ഒരു സംഭവം ഉണ്ടാവാതിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ പിമ്പിൾസിനുള്ള ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റമിനിയുടെ 2-3 ഡ്രോപ്സ് കൂടി ഒഴിച്ചു കൊടുക്കാം. വൈറ്റമിനി എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ, പക്ഷേ ഗ്ലിസറിൻ ആഡ് ചെയ്യണ്ട. ഗ്ലിസറിൻ ഡ്രൈ സ്കിന്നുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഗ്ലിസറിൻ യൂസ്ഫുൾ ആവുക. അവർക്ക് കൊടുത്താൽ മതി. ഡ്രൈ സ്കിന്നുള്ളവരാണോ സ്പെഷ്യലൈസ് ചെയ്ത് നമ്മൾ ചോദിക്കുക. അതായത് കസ്റ്റമർ ഒരു സാധനം പറയുമ്പോൾ ഇന്ന സോപ്പ് വേണമെന്ന് പറയുമ്പോൾ ഇന്ന സോപ്പാണ് നമ്മുടെ ദേക്കൂട്ടിന് സ്യൂട്ടായിട്ടുള്ളത്, നമ്മുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ളതെന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും അലർജിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടോയെന്ന് നിങ്ങൾ പ്രത്യേകം ചോദിക്കണം. എന്തെങ്കിലും അലർജിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് ചില സാധനങ്ങൾ, ചിലർക്ക് പൊട്ടറ്റോ അലർജി ഉള്ളവരുണ്ട്, ചിലർക്ക് അലോവേരയുടെ ജ്യൂസ് അലർജി ഉള്ളവരുണ്ട്, ചിലർക്ക് ഗ്ലിസറിൻ അലർജി ഉള്ളവരുണ്ട്. അപ്പോൾ പല ടൈപ്പിലുള്ള സ്കിൻ ടൈപ്പുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരെയും നമുക്ക് അങ്ങനെ ഇത് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഒരാൾ നമ്മളോട് ഒരു കാര്യം പറയുവാണ്, ഇന്ന സാധനം വേണം ചേച്ചി, അല്ലെങ്കിൽ പിമ്പിൾസിന് വേണ്ടിയിട്ട് വേണമെന്ന് പറയുമ്പോൾ പിമ്പിൾസിന് ഉപയോഗിക്കുമ്പോൾ തന്നെ ഇന്ന സാധനങ്ങൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും അലർജി ഉള്ളതുണ്ടോ എന്ന് നേരത്തെ നിങ്ങൾ ഡയറക്റ്റ് അവരോട് ചോദിച്ചു വെക്കുക. അപ്പം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സോപ്പ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. തന്നെയല്ല നമ്മുടെ സോപ്പിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അനുസരിച്ചാണ് നമുക്ക് പിന്നെയുള്ള ഓർഡറുകൾ വരിക. അപ്പം ഈ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പിമ്പിൾസിന് സോപ്പ് യൂസ് ചെയ്യുന്നവർ പിമ്പിൾസിന് വേണ്ടി സോപ്പ് കൊടുക്കുമ്പോൾ തന്നെ അവരോട് ഫുഡിൻ്റെ കാര്യവും കൂടെ ക്രമീകരിക്കാൻ നിങ്ങൾ പ്രത്യേകം പറഞ്ഞേക്കുക. അത് ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. അത് ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു കൊടുക്കാതെ പറ്റിയതാണ്. അപ്പം അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഫുഡ് കൺട്രോൾ ചെയ്യണം, നല്ല രീതിയിൽ ഫുഡിൻ്റെ കാര്യത്തിൽ കൺട്രോൾ വച്ചിട്ടേ നിങ്ങൾ സോപ്പ് യൂസ് ചെയ്യാവുള്ളൂ. തന്നെയല്ല, ഈ സോപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൻ്റെ പുറകെ തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ കുരു ഒന്ന് ഒതുങ്ങിക്കഴിയുമ്പോൾ, അതായത് പിമ്പിൾസ് ഒന്ന് ജസ്റ്റ് ഒന്ന് താന്നു പോയി കഴിയുമ്പോൾ അതിൻ്റെ ഒരു പാട് അവശേഷിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ പാട് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് രക്തചന്ദനത്തിൻ്റെ പൗഡറോ ഈ രക്തചന്ദനത്തിൻ്റെ സോപ്പാണെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ബെറ്ററായിട്ട് അനുഭവപ്പെടും. അപ്പോൾ നമുക്ക് ബേസ് എടുത്തുകൊണ്ട് വരാവേ. ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ കോക്കനട്ട്. ഞാൻ എല്ലാ തവണയും പറയുന്ന പോലെ തന്നെ നമ്മുടെ കോക്കനട്ട് ഓയിലിൽ ചെയ്തെടുത്ത നമ്മുടെ ഗോൾഡ് കളറുള്ള ഫേസാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുക. എനിക്കിത് ഭയങ്കര കംഫർട്ടാണ്. തന്നെയല്ല യൂസ് ചെയ്തവർക്ക് നല്ല റിസൾട്ടും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി വൈറ്റായിട്ട് വേണമെന്നുള്ളവർക്ക് വൈറ്റായിട്ട് മേടിക്കാം. പക്ഷെ വൈറ്റായിട്ടുള്ളതിന് എത്രമാത്രം നല്ല കണ്ടന്റുകൾ ആഡഡ് ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ എനിക്കിത് പെർഫെക്റ്റ് ആണ്. അതുകൊണ്ട് ഞാനാണ് ഇത് കണ്ടിന്യൂസ് ഇത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുക. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മുടെ പൗഡേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണേ. അത് കഴിഞ്ഞിട്ട് ഈ പൗഡേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്നുകൂടെ അടുപ്പേ വെച്ചിട്ട്, ഞാനിപ്പോൾ നിലവിൽ വിറകടുപ്പേ വെച്ചിട്ടാണിത് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഗ്യാസ് ഒത്തിരി ചിലവാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ സാധനം കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അത്രയും ചിലവ് കുറച്ച് വേണം ഇത് ചെയ്യാൻ. അപ്പം ഇത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി കഴിഞ്ഞ ശേഷം നമുക്കതിനകത്തേക്ക് അലോവേരയുടെ ജെല്ലൂടെ ആഡ് ചെയ്യാവേ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ്. ഇളക്കി കൊടുത്തു നന്നായിട്ട്. പൊടി അവിടെ ഇവിടെയും പിടിക്കാതെ കിടക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. ഇത്രയും നന്നായിട്ട് ഇളക്കിയാൽ പോലും ചിലപ്പോൾ പൗഡർ അവിടെ ഇവിടെയും കിടക്കും കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് ജസ്റ്റ് ഇങ്ങനെ സ്പാച്ചിലറോ സ്പൂണോ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടും. ഇതിനകത്തേക്ക് നമുക്ക് അലോവേരയുടെ ജ്യൂസ് ഡയറക്റ്റ് ആഡ് ചെയ്യാം. അപ്പം 1 സ്പൂൺ ഡയറക്റ്റ് അലോവേരയുടെ ജെല്ലൂടെ നമ്മൾ ആഡ് ചെയ്യണം. അത് നമ്മുടെ സ്കിന്നൊന്ന് തണുപ്പിക്കാനും മോയ്സ്ചറൈസ് ആക്കാനൊക്കെ വേണ്ടിയിട്ട് അലോവേരയുടെ ജ്യൂസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പച്ചമണം, അത് പൊട്ടറ്റോടെയൊക്കെ ഒരു പച്ചക്കല്ലേ നമ്മൾ ചേർത്തേക്കുന്ന ജ്യൂസ്. അപ്പോൾ അത് സോപ്പ് പെട്ടെന്ന് കേടാവാതിരിക്കാൻ നമ്മൾ ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് കൊണ്ടുവരാവേ. അപ്പോൾ നമ്മുടെ ബേസ് നമ്മൾ നല്ല രീതിയിൽ ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഫ്രഷ് ആയിട്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇച്ചിരി കൂടെ ഒന്ന് ചൂടാക്കി പെറുക്കി എടുക്കുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ പൗഡർ ഡയറക്റ്റ് ആഡ് ചെയ്താൽ പ്രശ്നമില്ല, കുറേ നാളത്തേക്ക് നമ്മുടെ സോപ്പ് നിൽക്കും. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മളിനി സ്മെല്ലൂടെയാണ് അവസാനമായിട്ട് ആഡ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്ന് ചൂടൊന്ന് ആറിയിട്ട് സ്മെല്ല് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് സ്മെല്ല് കിട്ടുമായിരിക്കുമേ. ഇല്ലെങ്കിൽ ചൂട് ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ അടുപ്പിൽ നിന്ന് ഇറക്കിയ പാകത്തിന് തന്നെ നമ്മൾ സ്മെല്ല് ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ ഉണ്ടല്ലോ സ്മെല്ല് അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ മുമ്പ് എനിക്ക് പലതവണ സംഭവിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ തെറ്റുകളിൽ നിന്നാണല്ലോ നമ്മൾ പാഠങ്ങൾ പഠിക്കുക. അപ്പോൾ തന്നെ ചെയ്ത് പഠിച്ച കാര്യങ്ങളായതുകൊണ്ടുണ്ടോ ഒത്തിരി തെറ്റുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനൂടെ എനിക്ക് പറ്റുന്നുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് സോപ്പ് ചെയ്യുക. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. അതിന് വെച്ചാൽ ഈ പൗഡർ അവസാനം വരുമ്പോൾ ഇങ്ങനെ അടിവശത്ത് ഇങ്ങനെ അടിഞ്ഞു കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തേയിരിക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിന് വെച്ചാൽ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുന്നിടം വരെ. അപ്പം ജസ്റ്റ് ഒന്ന് ചൂടാറാൻ നിൽക്കുക. അതിന് ശേഷം നമ്മുടെ സ്മെല്ലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു 5-6 ml അടുത്ത് ഞാൻ സ്മെല്ല് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ എനിക്ക് സ്മെല്ലുണ്ട്, എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ശകലോടെ സ്മെല്ല് വേണം. അപ്പം ഞാൻ എൻ്റെ ഒരു കണക്കിനാണ് സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ആൾക്കാർക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഈ മറ്റേ നമ്മുടെ ആര്യവേപ്പിൻ്റെ പൗഡർ ആയതുകൊണ്ടുണ്ടല്ലോ സ്മെല്ലിങ്ങനെ ആര്യവേപ്പിൻ്റെ ഫ്രണ്ടിൽ നിൽക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് കൊടുക്കണേ. സോപ്പ് ചെയ്യുമ്പം ആര്യവേപ്പിൻ്റെ സ്മെല്ലും പൊട്ടറ്റോയുടെ സ്മെല്ലൊക്കെ ചിലപ്പോൾ പുറത്ത് ഫ്രണ്ടിലേക്ക് എടുത്ത് നിൽക്കുവേ. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾ ഇച്ചിരി സ്മെല്ല് കൂട്ടിയിട്ടാലും പ്രശ്നമില്ല. അപ്പം ഒരു 7 മില്ലി അടുത്ത സ്മെല്ല് ഞാനിപ്പം ചേർത്തിട്ടുണ്ട്. ശരിക്കും അത്ര സ്മെല്ലിൻ്റെ ആവശ്യമില്ല, പക്ഷേ ഇതിൻ്റെ ഒരു ഈ നീമിൻ്റെ ഒരു സ്മെല്ല് ഫ്രണ്ട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്താൽ. അപ്പോൾ ഇനി നമുക്കിത് സോപ്പ് പാത്രങ്ങളിലേക്ക് മാറ്റുവാണ്. അപ്പോൾ നമുക്കതൊരു എടുത്ത് പെറുക്കി നമ്മൾ ആ സോപ്പ് വന്നപ്പോഴത്തേന് ഒരു 4 സോപ്പ് അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. 4 സോപ്പിന് കുറച്ചേ കുറവ് വന്നിട്ടുള്ളൂ. അപ്പം എൻ്റെ വെയിറ്റ് നോക്കുന്ന മെഷീൻ വീട്ടിലില്ലായിരുന്നു. അത് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഹസ്ബൻഡ് കൊണ്ടുപോയേക്കും. അപ്പം എനിക്കത് വെയിറ്റ് നോക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കറക്റ്റ് 2 സോപ്പിനുള്ളതാണായിരുന്നു. ഇപ്പം ഞാൻ ഇച്ചിരി കൂടുതൽ എടുത്തതാണ് വീട്ടിലെ ആവശ്യങ്ങൾക്കൂടെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം 4 സോപ്പ് അടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം സോപ്പ് ചെയ്യുന്നവർ ഇങ്ങനെ ചെയ്ത് നോക്കാം. പിമ്പിൾസിന് ഏറ്റവും നല്ലൊരു സോപ്പാണ്. പിന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല മോയ്സ്ചറൈസ് ആക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു എഫക്റ്റുള്ള സോപ്പാണ് കേട്ടോ. നല്ല സ്മെല്ലാണ്. ഞാൻ ഉപയോഗിക്കുന്ന സ്മെല്ല് മസ്കും ഡൗവാണ് കേട്ടോ. നിങ്ങൾക്ക് സ്മെല്ല് വേണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ബേസ് വേണമെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് എന്നോടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അപ്പം ചാനലിലൂടെ കോൺടാക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. എങ്ങനെയായാലും കമൻ്റ് ആയിട്ടാണേലും ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പം നല്ല സ്മെല്ലെന്ന് പറഞ്ഞാൽ നല്ല ഫസ്റ്റ് ക്വാളിറ്റി സ്മെല്ലുണ്ടല്ലോ, ഫസ്റ്റ് ക്വാളിറ്റി സ്മെല്ലാണ് നമ്മുടെ. ഒട്ടും നമുക്ക് അതിനകത്തേക്ക് കോൺസെൻട്രേറ്റഡ് അല്ല, നല്ല ഒറിജിനൽ കമ്പനിയിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് എത്തിക്കുന്ന സ്മെല്ലും നല്ല സൂപ്പർ ബേസുമാണ്. അപ്പോൾ നമ്മുടെ സോപ്പ് ഞാൻ ഫൈനൽ ലുക്ക് നിങ്ങളെ കാണിച്ചു തരാം. അതിനൊപ്പം തന്നെ ഞാൻ സ്മെല്ല് പരിചയപ്പെടുത്തുന്ന അത്ര നല്ല സ്മെല്ലായതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് അടുത്തൊന്നും സ്മെല്ല് വാങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇന്ന് വരെ എനിക്ക് ഇത്ര നല്ല സ്മെല്ലുകൾ കിട്ടിയിട്ടില്ല. എന്നുവെച്ചാൽ വരുന്നതെല്ലാം കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ്. കാരണം നമ്മൾ ലൂസായിട്ട് വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ 1 കിലോ 2 കിലോ ഒക്കെ വെച്ച് മേടിക്കുകയാണെങ്കിൽ അത്രയും കോൺസെൻട്രേറ്റഡ് സ്മെല്ല് കിട്ടത്തില്ല, നല്ല സ്മെല്ല് കിട്ടും. പക്ഷേ ലൂസായിട്ട് വാങ്ങുമ്പോൾ എല്ലായിടത്തും നമുക്ക് കോൺസെൻട്രേറ്റഡ് ആണ് സ്മെല്ല് വരിക. അപ്പം നല്ല സ്മെല്ലുള്ള തേക്കൂട്ടുകൾ, നമ്മുടെ ഫ്രാഗ്രൻസ്, നമ്മളെ ഫസ്റ്റ് ക്വാളിറ്റി സ്മെല്ലുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ.